1984 ഡിസംബർ 2 മഞ്ഞണിഞ്ഞ ക്രിസ്മസ് ദിനത്തിലെ ആ ദിനം മധ്യപ്രദേശിലെ ഭോപ്പാലിലെ ജനങ്ങൾക്ക് എന്നത്തേതുപോലെ സാധാരണമായിരുന്നു. തിരക്ക് പിടിച്ച പകലിന് ശേഷം രാത്രി എല്ലാവരും മയക്കത്തിലേക്ക് കടന്നു. 1984 ഡിസംബർ 3 നേരം പുലരും മുമ്പ് തന്നെ ഉറങ്ങിക്കിടന്ന പലരും ശ്വാസം കിട്ടാതെ പിടഞ്ഞ് എഴുന്നേറ്റു. എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അവർക്ക് മനസ്സിലായില്ല. പരസ്പരം ആശ്വസിപ്പിക്കാൻ പോലും സാധിക്കാതെ പോയവർ. പ്രാണവായു കിട്ടാതെ ചിലർ വീട് വിട്ട് പുറത്തേക്കിറങ്ങി. പക്ഷേ അവരുടെ ആ പാച്ചിൽ പാതി വഴിയിൽ നിലച്ചുപോയി. രാജ്യത്ത് നടുക്കിയ ഭോപ്പാൽ ദുരന്തം നടന്നിട്ട് ഇന്ന് 41 വർഷമായി. അമേരിക്കൻ രാസവ്യവസായ ഭീമനായ യൂണിയൻ കാർബൈഡ് കമ്പനിയിൽ നിന്നും ഉണ്ടായ വിഷവാതക ചോർച്ചയിൽ തൽക്ഷണം മരിച്ചത് 3500-ലധികം ആളുകളായിരുന്നു. തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് 25,000-ലധികം ആളുകളും മരണത്തിന് കീഴടങ്ങി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടവർ 500,000-നും മുകളിലാണ്. നടുക്കുന്ന ആ ദുരന്തത്തിൻ്റെ ശേഷിപ്പും യാതനകളുമായി കഴിഞ്ഞ 41 വർഷത്തിനിടെ 5 ലക്ഷത്തോളം ആളുകൾക്കാണ് നരകതുല്യമായ ജീവിതം നയിക്കേണ്ടി വന്നത്. അംഗവൈകല്യം, അർബുദം അടക്കമുള്ള മാരക രോഗങ്ങൾ, ജനിതക തകരാർ, വിഷവാതകം കാർന്നെടുത്തത് ഒരു ജനതയെ ഒന്നടങ്കം ആയിരുന്നു. അവരെ ഓർത്തെടുക്കാതെ ഇന്നത്തെ വാർത്താദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനാവില്ല.